അസ്സലാമു അലൈക്കും. പ്രിയമുള്ള ഒരു വ്യക്തിയെയും ആക്ഷേപിക്കലോ കുറ്റം പറയലോ കുറ്റപ്പെടുത്തലോ നമ്മുടെ ലക്ഷ്യമേ അല്ല. ഹക്കായി ബോധ്യപ്പെട്ട വിഷയം, ഹക്കായ കാര്യം നിങ്ങൾക്ക് മുമ്പിൽ അറിയിക്കുക മാത്രമാണ്. അല്ലാഹു പറഞ്ഞ വിഷയങ്ങൾ മറ്റൊരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ബാക്കി വിഷയങ്ങൾ മുഴുവനും ഇടുന്നതായിരിക്കും. അവിടെ ഇത് ശരിയാക്കി വന്ന് അപ്പൊ ഞാൻ വേറെ എന്റെ വീട്ടിൽ നിന്ന് ഉമ്മ വിളിച്ചിരുന്നു. അപ്പൊ ഞാനത് വരാൻ നോക്കട്ടെ. അപ്പൊ വണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ മറ്റേ പൈസ സലീൽക്കാക്ക് വിളിച്ചപ്പോ പലിശന്റെ 2 ലക്ഷം ഇന്നിപ്പോ ഞായറാഴ്ച അല്ലേ, മുപ്പര് പിന്തെടുക്കാൻ കഴിയില്ലാണ്. അപ്പൊ ഞാൻ മറ്റേ 50,000 ഞാൻ ജമീൻ ഒരുമിച്ച് കൂട്ടിക്കോ, എനിക്ക് 5,000 ആയിട്ടുള്ളൂ. മറ്റേ വിജയ് റഹീബിലേക്കുള്ള 50,000 ഞാൻ ഒരുമിച്ച് കൂട്ടാൻ പറ്റും. അതെങ്ങനെ വഴിയിലേക്ക് വന്നു. പിന്നെ കളിക്കുകയും തുറന്ന് അവസാനത്തെ മക്കാനിലൊക്കെ എത്തുകയും ചെയ്തല്ലേ ആ പരിപാടി. അത് മതിയല്ലേ? എനിക്കെന്റെ ആഗ്രഹം കൊണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞു തരാം. 50,000 രൂപ വാങ്ങിയ മുരീദന്മാർ 50,000 രൂപ വാങ്ങിയിട്ട് അവരെ റിജാലുൽ ഗൈബിലേക്ക് ഉയർത്തി കൊടുക്കുന്നു. ആ 50,000 രൂപ കൊടുത്ത വ്യക്തിയാണ് ഇവിടെ നേരത്തെ പ്രസംഗിച്ചവൻ. അവൻ അത്രയും തരീഖത്തിന്റെ റുസൂഖിയത്തുള്ളത് കൊണ്ട് വളരെയധികം വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്തു. അവനെ ഒന്നും ചെയ്യണ്ട എന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് ആ വിദ്വേഷമല്ല. പരിപൂർണമായി ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്തു. റിജാലുൽ ഗൈബിലേക്ക് 50,000 രൂപ കൊടുത്ത് അവർ റിജാലുൽ ഗൈബാക്ക എന്ന് ഈ ഷെയ്ഖ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാനും 50,000 രൂപ തരാം. അങ്ങനെ അദ്ദേഹം എന്നെ വിളിച്ചു, എന്നാൽ ബൈഅത്തിന് വാ. അപ്പൊ ഞാൻ പറഞ്ഞു 50,000 എന്റെ കയ്യിലായിട്ടില്ല, ആകെ 5,000 ആയിട്ടുള്ളൂ. 50,000 രൂപ ഒരുമിച്ച് കൂട്ടി 5,000 ആയിട്ടുള്ളൂ. അപ്പൊ എന്നോട് പറഞ്ഞു ഹബീബ റിജാലുൽ ഗൈബിലേക്ക് ഉയർത്തൽ ഈ തരീഖത്തൊക്കെ വാങ്ങി ദിക്റൊക്കെ വാങ്ങിയിട്ട് തെൽക്കീനൊക്കെ കഴിഞ്ഞ് അബ്ദാലിന്റെ മഖാമിൽ എത്തിയിട്ട് പിന്നെയാണല്ലോ റിജാലുൽ ഗൈബ്. അപ്പം അത് 50,000. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് 5,000 ഉള്ളൂ, ഇന്ന് എന്താക്കി തരാം, ഇന്ന് അബ്ദാലാക്കി തരുമോ? അവർക്ക് വേണമെങ്കിൽ ഞാൻ ആക്കാം, അബ്ദാലൊക്കെ ആക്കാം. അപ്പൊ ഏത് പുതുമുസ്ലിമിനെ വന്നാലും ഞാൻ അബ്ദാലാക്കി കൊടുക്കും. അപ്പൊ അബ്ദാലാക്കിയ ശേഷമാണ് റിജാലുൽ ഗൈബിലേക്ക് ഉയർത്തുക. അപ്പൊ നേരത്തെ പ്രസംഗിച്ച ഒരു അബ്ദാൽ, ആ അബ്ദാലിന്റെ കോലം നിങ്ങൾക്കിപ്പോ മനസ്സിലാക്കാൻ സാധിച്ചുവല്ലോ. 50,000 രൂപ കൊടുത്ത അബ്ദാൽ, അദ്ദേഹത്തിന്റെ തനിനിറം മനസ്സിലാക്കാൻ കഴിഞ്ഞു. 5,000 രൂപ കൊടുത്താൽ അബ്ദാലാക്കി തരാമെന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഈ ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾക്കൂ. ഇൻഷാ അല്ലാഹ് പെർമിഷന്റെ വിഷയം വരികയാണെങ്കിൽ പരിപൂർണമായി ഹക്കിന് വേണ്ടി പറയും. ഒരാളും ദലാലത്തിൽ, ഒരു വ്യക്തിയും ദലാലത്തിൽ പെടരുതി എന്നൊരൊറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കളും ഉസ്താദുമാരും ഇതിൽ പെട്ടുപോയിട്ടുണ്ട്. അല്ലാതെ ഒരിക്കലും ഒരാളെ കൊച്ചാക്കുകയോ ഒരാളെയും താറടിക്കുകയോ എന്ന ഉദ്ദേശമല്ല. എന്റെ വാക്കിൽ ഒരക്ഷരം പോലും ആ ആളുകളെ കുറിച്ച് ഞാൻ ഒരു നെറുകേട് പ്രസംഗം ഇൻഷാ അല്ലാഹ് പ്രസംഗിക്കില്ല. ഇത് മുഴുവൻ നിങ്ങൾ മനസ്സിലാക്കണം. 50,000 രൂപക്ക് റിജാലുൽ ഗൈബാക്കി കൊടുക്കുന്നു. അത് കൊടുത്തിട്ട് ഈ പ്രസംഗി നേരത്തെ ഇവിടെ സംസാരിച്ച ആരിഫ് എന്നവൻ പറഞ്ഞത് ഇൻഷാ അല്ലാഹ് ക്ലിപ്പിംഗ് ഉണ്ട്, അത് പിന്നെ കേൾപ്പിക്കാം. ആദ്യം ഇതൊന്ന് നിങ്ങൾ കൃത്യമായി കേൾക്കൂ. ഇല്ല പറ്റില്ല. അത് ഞാൻ പിന്നെ ആ മൊയ്തിമാരെ കേട്ട് കണ്ടുകൊണ്ട് ഒരു ആഗ്രഹം തോന്നിയതാണ്. ഒരൊറ്റയ്ക്ക് അള്ളാഹുത്താല ഉയർത്തി കൊടുത്തല്ലോ. അതുപോലെ ഇത് റിജാലുൽ ഗൈബ് ആക്കാൻ പറ്റൂല അല്ലേ? റിജാലുൽ ഗൈബ് ആക്കാൻ പറ്റൂല. അബ്ദാൽ അതിലും വലിയ വെക്കാൻ അബ്ദാലിന് പറഞ്ഞാൽ അത് സാധാരണ അബ്ദാലിന് പറഞ്ഞാൽ 40 മുമ്പിൽ 40 വലിയമാരുണ്ടാവും. അതിലും വലുതാണ് റിജാലുൽ ഗൈബ്. മുസ്ലിങ്ങളുടെ കണക്കല്ലേ? അപ്പൊ അതിലേക്ക് ഉയരം വരുന്ന അതാണ് ഏറ്റവും വലുതല്ലേ? അത് ശരിയാണ്. അത് 315 മുസ്ലിങ്ങൾ 315 പതിനീര് അത് വിചാരം എന്ന് പറഞ്ഞാൽ അത് ഏത് സമയത്തും എവിടെ ബാധകാക്കും ഷെഡ് കെട്ടി മീറ്റിംഗ് കൊടുക്കുന്ന ആൾക്കാരാണ്. മാഷാ അല്ലാഹ്. അതെ അതെ അതെ. അപ്പൊ ഞാൻ വിചാരിച്ചു മൊയ്തീജിയൊക്കെ പെട്ടെന്ന് അബുദാലാക്കി കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അതേമാതിരി നമ്മള് അതെ എനിക്കത്രേ ഉള്ളൂ. എനിക്കെന്നൊരു റിജാലുൽ ഗൈബ് മൊയ്തീജിക്ക് ആക്കി കൊടുത്ത പോലെ ഞാൻ ആ പൈസ തന്നെ അബ്ദാലെങ്കിലും ആക്കി തന്നാൽ മതി ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. പിന്നെ മറ്റേ ഞാൻ അപ്പൊ കണ്ടോ 5,000 രൂപ തന്നാൽ എന്നെ അബദാലാക്കി തന്നാന്ന് പറഞ്ഞപ്പോ അതൊക്കെ ആക്കാറുണ്ട്. അപ്പൊ കുറെ ദിക്റും കൊടുക്കും. ഈ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ദിക്ർ ചൊല്ലി അവസാനം ഇവർ റിജാലുൽ ഗൈബിലേക്ക് ഉയരാത്തതായി കാണും. ഇവർ കരുതും ഈ ദിക്റിൽ ചൊല്ലി എന്തെങ്കിലും സ്വീകാര്യതയുടെ കുറവ് കൊണ്ടാണ്. ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകളുടെ 50,000
ആയിരക്കണക്കിന് വാങ്ങി അബദാറും റിജാലും ഗൈബും ഒക്കെ ആക്കിയതൊരു തെളിവ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ പറഞ്ഞു ബഹുമാനപ്പെട്ട തിരുപ്പണിച്ചി ഉസ്താദിനെ കുറിച്ച്, അത് മാത്രം മതി. ഒരു ശരിയായ ശൈഖാണ് എന്നുണ്ടെങ്കിൽ അഞ്ഞക്കൂന സായിമസ്വദരി, ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, നല്ല മനസ്സുള്ള ആളായിരിക്കണം. ഒരു വ്യക്തിയെയും കുറ്റവും തെറിയും പറയുന്ന വ്യക്തി ആയിരിക്കാൻ പാടില്ല. അഞ്ഞക്കൂന സായിമസ്വദരി, നല്ല മനസ്സുള്ള ആയിരിക്കണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. ഇബ്രീസിൽ അബ്ദുൽ അസീസ് ദബ്ബാവ് പറഞ്ഞു, വലി ശൈഖ് തർബിയത്തി അലാമാത്തുൽ ളാഹിറ വഹിയ അൻ യകൂന സാലിമ സദ്രി അലൻ നാസ് ലൈസ ലഹു ഫീ ഹാദിഹിൽ ഉമ്മത്തി അദബ്, ഒരു ശത്രു ഉണ്ടാകൂല. വൻ യകൂന കരീമ, മാന്യനായിരിക്കും. വൻ യുഹിബ്ബ മൻ അസാ ഇലൈഹി, അങ്ങോട്ട് തെറ്റ് ചെയ്തവരോട് പോലും മാന്യമായി പെരുമാറും. ബഹുമാനപ്പെട്ട തിരുപ്പനച്ചി കീശേരി മുഹമ്മദ് മുസ്ലിയാർ നബ്ബറല്ലാഹു മർക്കദ, ആ മഹാനുഭാവൻ കട്ടിൽ നിന്ന് വീണ് നാവ് കടിച്ച് ചത്തുപോയി എന്നും പല പ്രാവശ്യം പറഞ്ഞ് കേൾക്കുന്നവരുണ്ട്. ഒന്ന് മാത്രം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മനസ്സിലാക്കുക, യഥാർത്ഥ ശൈഖാണെങ്കിൽ ഗൈബത്തും നമീമത്തും തെറിയും വരില്ല, മനസ്സ് ശുദ്ധമായിരിക്കും. വലിയുള്ളാഹി തിരുപ്പനച്ചി ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു, ഒന്ന് കേൾക്കൂ. അതായത് മാനവர்கள் ഇപ്പൊ ഈ സമൂഹം മുഴുവൻ തെറ്റിപ്പോയത് ഒന്ന് ഈ ആത്മീയ നേതാവ് പറഞ്ഞാൽ കീശയിൽ തിരുപ്പനച്ചി ഉസ്താദ് മാത്രമായിട്ടാണ് വടക്കൻ കേരളത്തിൽ മലബാറിലൊക്കെ ഈ സമസ്ത പരിചയപ്പെടുത്തുന്നത്. ഇവർ പോയി നോക്കി കീശേരി തിരുപ്പനച്ചി ഉസ്താദില്ലേ, ഈ തിരുപ്പനച്ചി ഉസ്താദ് കീശേരി തിരുപ്പനച്ചി ഉസ്താദ് അവിടെ ഒരു പള്ളി ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അപ്പൊ ഈ പള്ളിയിലേക്ക് ആരും പ്രവേശിക്കില്ല. ഇവിടെ എന്നിട്ടുള്ള മുമ്പ് അവിടുന്ന് വരാൻ നമ്മുടെ മുരീദന്മാരുണ്ടല്ലോ, അവിടുന്ന് വന്നാൽ നമ്മുടെ മുരീദന്മാർ പറഞ്ഞ് അവിടെ ഇങ്ങനെ കീശേരി ഒരു വലിയ പള്ളി വന്നതുകൊണ്ട് അവർ ജിന്നയിൽ മാത്രമല്ല മനുഷ്യന് പ്രവേശിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ യഥാർത്ഥം അറിയുമെന്ന് പറഞ്ഞു നോക്കി. ഞാൻ അപ്പൊ തന്നെ മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടെ ചിഹ്നങ്ങളൊന്നുമില്ല, അവിടെ ഒരു ചിഹ്നല് നോട്ടുന്നതുണ്ട്, സ്വർണ്ണ വിസ്കറ്റുണ്ട്, സ്വർണ്ണ കോയിൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പള്ളിയുടെ കൂടെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവിടെ അന്ന് പറഞ്ഞത് 8 കൊല്ലം മുമ്പ് പറഞ്ഞതാ, മനുഷ്യനെ 8 കൊല്ലം മുമ്പ്. എന്നിട്ട് ഞാനൊരു ദിവസം നമ്മുടെ മുരീദോട് പറഞ്ഞിട്ട് നിങ്ങൾ ആ കോയിൻസ് കുറച്ച് ഇവിടെ കൊടുത്താൽ നമ്മുടെ ജീലാനി പള്ളി ഒന്ന് ചെയ്യാക്കട്ടെ എന്ന് പറഞ്ഞു. അത് ഇയാളോട് ചെന്ന് പറഞ്ഞത് ഇയാളിങ്ങനെ മേപ്പോട്ട് തിരിച്ച് എന്നിട്ട് ഇതിലേക്ക് കാലത്ത് തന്നെ മരിച്ചെന്ന് പറഞ്ഞൊരു മുരീദ് ഒന്ന് എന്നോട് പറഞ്ഞു. കാലത്ത് തന്നെ തിരുപ്പനച്ചി ഉസ്താദ് മരിച്ചു എന്നൊരു മുരീദ് ഷെയ്ഖ് അറിയിച്ചു. ഒരു മുരീദ് തിരുപ്പനച്ചി ഉസ്താദ് മരിച്ചു എന്ന് കാലത്ത് തന്നെ പറഞ്ഞു. അപ്പോ ഫോൺ ചെയ്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞ അയാൾ എങ്ങനെ മരിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പൊ എന്താ ഉണ്ടാക്കുന്നത്, ഇയാൾ പള്ളിയിലാക്കി കഴിക്കുക, മുഴുക്ക പള്ളിയുടെ ഉള്ളിൽ മുഴുക്ക ഈ ചോരയും ചെറിയൊക്കെ മൂലകുരൊക്കെ ഉണ്ടായിരുന്നു. ചോരയും ചെറിയൊക്കെ മൂലക്ക കൂട്ടിയിട്ടേക്കുന്നു. അത് കൂടാതെ പിന്നെ കത്തുമണി രാത്രി ആരും ഉണ്ടായില്ല. 10 മണി വീണ് കവന്നടിച്ച് നാക്ക് കടിച്ചെടുക്കാറ്. അതാണ് ഇപ്പൊ ഒരു വലിയ നടക്കുന്നത്. അപ്പൊ തന്നെ എന്നെ വിളിച്ച് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞാൽ നിങ്ങൾ മറ്റേ വീട്ടൊന്ന് നോക്കുന്നത് അല്ല യഥാർത്ഥമായിട്ടാണ് പറഞ്ഞത്. മനസ്സിൽ ഇവൻ നിന്ന് നോക്കി കഴിഞ്ഞപ്പോ കണ്ട കാഴ്ച മയ്യത്ത് കവനാണ് കിടന്നെന്ന് പറഞ്ഞ് നാട്ടിൽ എടുത്തു. മയ്യത്ത് കമീന്നാണ് കറന്ന് ഇയാൾ ബഹുമാനപ്പെട്ട ചിന്തിക്കണം. ബഹുമാനപ്പെട്ട വലിയുള്ളാഹി തിരുപ്പനച്ചി ഉസ്താദ് വഫാത്താക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പരിസരത്ത് അദ്ദേഹത്തിന്റെ ഹലറത്തിലുള്ള മുരീദ് അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ആളുകൾ എന്നോട് പറഞ്ഞു, മരിക്കുന്ന സമയത്ത് ആളുകൾ ഉണ്ടായിരുന്നു. പള്ളിയുടെ അകത്തുനിന്നല്ല മരിച്ചത്, പള്ളിയുടെ അകത്തുനിന്ന് മരിച്ചു. നിറയെ തീർത്തും മൂത്രം ഒക്കെ ആയിരുന്നു ഉള്ളില്. എന്നിട്ട് മൂലക്കൂറിന്റെ അസുഖമൊക്കെ ഉണ്ടായിരുന്നു. ചോരക്കയറ്റി പള്ളിയുടെ ഉള്ളിൽ മരിച്ചെടുക്കാൻ. ഇപ്പൊ അവനെ എന്നാ പറഞ്ഞു, ഇപ്പൊ അവനെ മറവ് ചെയ്ത് സ്ഥലത്ത് പറഞ്ഞു നോക്കൂ. യഥാർത്ഥ മറവ് കഴിഞ്ഞിട്ട് ഇപ്പൊ അവനവിടെ മറവ് ചെയ്തിട്ട് 10 കൂടി കാശുണ്ടാക്കുന്നില്ലേ. ഈ മരിച്ച അന്ന് തന്നെ പള്ളിയുടെ മൂലക്കത് അവന് ഒരു പെണ്ണുണ്ട് അവിടെ. അയാൾക്ക് എത്താൻ പറ്റാത്തോളം കോയിസ് നോക്കാൻ പറ്റുന്നിട്ട് ഒരു ചാക്കിലാടുണ്ട്. ബാക്കിയുള്ളത് വേറെ സ്ഥലത്തേക്ക് പോയിട്ട് ആൾക്ക് എനിക്കറിയാം. അതല്ല, അപ്പൊ ഒരു യഥാർത്ഥ വലിയാണെങ്കിൽ ഒരിക്കലും കമീല് കിടക്കൂല. ഈമാൻ കിട്ടി മരിക്കുകയാണെങ്കിൽ തൗഹീദിലെ മരിക്കുകയാണെങ്കിൽ അങ്ങനെ നാവ് കടിച്ച് കിടക്കൂല എന്നൊരു തെളിവല്ലേ. അതൊന്നും ഇവര് ചിന്തിക്കും. ഇവര് നമുക്ക് പറഞ്ഞത് തിരുപ്പനച്ചി ഉസ്താദ്, ഈ തിരുപ്പനച്ചി ഉസ്താദിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞ ക്ലിപ്പുകൾ ധാരാളമുണ്ട്. ഇനി ബഹുമാനപ്പെട്ട ഇങ്ങനത്തെ പുഹഷ് ഒരു യഥാർത്ഥ വലിയാണെങ്കിൽ, ഒരു യഥാർത്ഥ ഷെയ്ഖാണെങ്കിൽ ഒരു നിരക്കും ഇത്തരം വർത്താനങ്ങൾ വരൂല. അദ്ദേഹത്തിന്റെ വർത്താനം വെറും പുഹഷ്. അടുത്ത പുഹഷ് അദ്ദേഹം പറഞ്ഞത് ഒന്ന് കേട്ടു നോക്കൂ. കാന്തപുരത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ വാക്ക് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി എല്ലാ വിഭാഗം ആളുകളും ഉണ്ടാകും. അതുകൊണ്ട് എല്ലാവരും കേൾക്കട്ടെ. ഇന്നത്തെ എല്ലാ പത്രത്തിലും ചെയ്തിട്ടുണ്ട്. ഞാനും പറഞ്ഞതറിയോ, 5-8 കൊല്ലം മുമ്പ് എ പി ആണോ കാന്തപുരം രണ്ടും ഒന്നയാൾക്കറിയില്ല. ഞാൻ ചോദിക്കേണ്ടത് കാന്തപുരം അല്ല, കാന്തപുരം അല്ല എ പി. എന്നിട്ട് അങ്ങ് പോയി, എവിടെ പോയി, അമേരിക്ക പോയി ജോർജ് ബുഷനെ കണ്ടിട്ട് ജോർജ് ബുഷനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എപ്പോഴും ഇനി വരൂല, ഇനി ഫോൺ വിളിക്കുള്ളൂ. അങ്ങനെ ജോർജ് ബുഷാണ് പാനപാത്രം കൊടുത്തിട്ട് പിന്നെ അമേരിക്കയിൽ നിന്ന് കാന്തപുരം ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. ആ ഇഞ്ചക്ഷൻ എന്തിനെടുത്തെന്ന് സമൂഹം കേൾക്കട്ടെ.
അമേരിക്കൻ ഇറാഖിൽ പോകണ അമേരിക്കയുടെ കൂട്ടുണ്ട്, ഇസ്രായേലിന്റെ കൂട്ടുണ്ടെന്ന് പറഞ്ഞ അപ്പൊ അവൻ തന്നെ ആയിക്കോട്ടെ. ഞാൻ അങ്ങനെ ഇടയ്ക്കൊക്കെ ബഗ്ദാദിക്കൊക്കെ പോകുന്നുണ്ടല്ലോ, ഇറാഖിലൊക്കെ. അപ്പൊ ഞാൻ ജൂതന്മാരെ കൂട്ടുണ്ടെന്നാണ് എന്നെ കുറിച്ച് പറയണത്. അപ്പൊ അമേരിക്കയിൽ നിന്ന് ജോർജ് ബുഷന് നേരിട്ട് പാനപാത്രം കൊടുത്തയച്ചില്ലേ, ഞാൻ അവരെന്നെ മനസ്സിലാക്കട്ടെ. പറഞ്ഞു നോക്കൂ. എന്താ ചെയ്യാത്? വളരെ വഞ്ചനയും ചതിയായിപ്പോയി. കാന്തപുരത്തിന് നമുക്ക് എവിടെ അടിക്കാൻ പറ്റിയ പോയിട്ടാണ്. ജൂതന്മാരും സാനിറ്റാരും ചിഹ്നങ്ങളില്ല ആ പാത്രമായിട്ടാണ് പോലും കൊണ്ടിറക്കണത്. അത് 10 കൊല്ലം മുമ്പ് അമേരിക്കയിൽ പോയതല്ലേ, ഇന്ത്യനെ കയറ്റിട്ട് വന്നേക്കണം. ആര്? ഈ കാന്തപുരോ? അല്ല, AP. AP ബുഷിന് വേണ്ടിയിരുന്നല്ലേ? 5 കൊല്ലം മുമ്പ് അമേരിക്കയിൽ പോയില്ലേ? അങ്ങനെ തന്നെ ഞാൻ അറിയാം. 5 കൊല്ലം അപ്പൊ പറഞ്ഞിട്ടുണ്ട്. ഞാനിനി എപ്പോഴും പറയില്ല, ഫോണിൽ കൂടെ വന്നൊക്കെ ഉണ്ടാവില്ല. അപ്പൊ കാര്യങ്ങളൊക്കെ നടത്തിയതാണ്. പിന്നെ ഒരു ഇഞ്ചക്ഷൻ, പിന്നെ അവിടുന്ന് ഒരു ഇഞ്ചക്ഷന് എടുത്തിട്ടുണ്ട്. ഇഞ്ചക്ഷൻ എന്താണെന്ന് വെച്ചാൽ വടി 24 മണിക്കൂർ ഒരേ ലെവൽ. പിന്നെ ഒരു ഇഞ്ചക്ഷൻ, പിന്നെ അവിടുന്ന് ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. ഇഞ്ചക്ഷൻ എന്താണെന്ന് വെച്ചാൽ വടി 24 മണിക്കൂർ ഒരേ ലെവലിൽ നിൽക്കാൻ വേണ്ടി. കാന്തപുരത്തിന്റെ പരിപാടിക്ക് വളരെ പൂഷ് അദ്ദേഹത്തിന് ഫുള്ള് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അത് പറഞ്ഞു കൊടുക്കണത് കേട്ടോ. ഇത് കിട്ടാൻ വേണ്ടിട്ടോ ഇഞ്ചക്ഷൻ എടുത്തത് വടി എപ്പോഴും 24 മണിക്കൂർ ഒരേ ലെവലിൽ നിൽക്കാൻ വേണ്ടിട്ട് ഇഞ്ചക്ഷൻ എടുത്തല്ലേ? അതാണ് പന്നിയുടെ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. പന്നിന്റെ, അതായത് എപ്പോഴും വികാരം ഉണ്ടാകാൻ വേണ്ടിട്ട്. അത് 24 മണിക്കൂർ. അത് നല്ല വിലയെന്ന് പറയണം. അയ്യേ, എന്താണ് ഈ കാന്തപുരത്തിന്റെ അവസ്ഥ? ഇതാണ് പ്രിയപ്പെട്ടവർ ഒരു യഥാർത്ഥ ഖുതുബുസ്സമാന്റെ വാക്ക് കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇങ്ങനത്തെ വൃത്തികേടല്ലേ സംസാരിക്കുള്ളൂ. ഇനി കേൾക്കൂ നിങ്ങൾ മുഴുവനും. പ്രിയപ്പെട്ടവരെ, പറയുന്നത് മുഴുവനും അങ്ങനത്തെ വാക്കുകൾ മാത്രമാണ്. ബഹുമാനപ്പെട്ട സമസ്തയിലെ സെക്രട്ടറിനെ എങ്ങനെ തെരഞ്ഞെടുക്കുന്നത്, സമസ്തയുടെ പ്രസിഡന്റിനെ എങ്ങനെ തെരഞ്ഞെടുക്കുന്നത് എന്നത് ഇദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. സമസ്തയിലെ പ്രസിഡന്റ് എങ്ങനെയാകുക, സമസ്തയുടെ സെക്രട്ടറി എങ്ങനെയാകുക, അവർക്ക് എന്താണ് യോഗ്യത, അവർക്ക് എന്താണ് കഴിവ് എന്ന് ഇദ്ദേഹം വളരെ വൃത്തികേടുള്ള രൂപത്തിൽ ഇദ്ദേഹം പറഞ്ഞു തരുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അത് കൃത്യമായി നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അത് ഞാൻ കേൾപ്പിച്ചു തരാം. എങ്ങനെയാണ് സമസ്തയിൽ സെക്രട്ടറി ആകുന്നത്, സമസ്തയിൽ എങ്ങനെയാണ് പ്രസിഡന്റ് ആകുന്നത് എന്ന് ഇൻഷാ അല്ലാഹ്. കേട്ടോളൂ. പിന്നെ അവരുടെ പ്രകാരം ആൾക്കാർ അവിടെ കൂടി ജനങ്ങൾക്ക് ഉപകാരം. അങ്ങനത്തെ ഒരു പള്ളി മാലിന്യം വെക്കുമ്പോൾ നാട്ടുകാർക്ക് ഉപകാരം. അതെ അതെ. ഈ നാട്ടുശാവയില് പ്രസിഡന്റ് സെക്രട്ടറി പറയുന്നതാണ് കാര്യം. അതാണ് തെരഞ്ഞെടുക്കുക. ഇപ്പൊ പണ്ഡിതസഭയിൽ തെരഞ്ഞെടുക്കാൻ എങ്ങനെയാണെന്ന് അറിയാമോ? ഇപ്പൊ പണ്ഡിതസഭയില് എങ്ങനെയാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാല് വടിക്ക് വിലയുള്ളവനെ പ്രസിഡന്റ് ആക്കും, അല്ലാത്തവനെ സെക്രട്ടറി ആക്കും. വടിക്ക് ബലമുള്ളവനെ പ്രസിഡന്റ് ആക്കും, അല്ലാത്ത സെക്രട്ടറി ആക്കും. ഇതാണ് സമസ്തയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ഞാൻ പറയുന്നു, ഒരാളെയും കുറ്റപ്പെടുത്താൻ പറഞ്ഞല്ല, എനിക്ക് വ്യക്തിപരമായിട്ടൊരു വിദ്വേഷമില്ല. ഈ ഒരു വ്യക്തി എങ്ങനെ ഖുതുബുസ്സമാനാകും? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇനി അദ്ദേഹം പറഞ്ഞത് നോക്കൂ നിങ്ങൾ. അദ്ദേഹത്തിന്റെ കറാമത്ത് പറയുന്നത് എന്താ അറിയോ? ബോംബെയിൽ ഒരു കല്ലുണ്ട്, കമറലി ദർവേഷ് എന്നൊരു വലിയ മക്ബറയിൽ കല്ലുണ്ട്. ആ കല്ലിങ്ങനെ തൊടുമ്പോ കമറലി ദർവേഷ് എന്ന് പറഞ്ഞിങ്ങനെ മെല്ലെ തൊട്ട് വെക്കാൻ കല്ലിങ്ങനെ പൊന്തും. അപ്പൊ ഞാൻ യൂസുഫ് സുൽത്താനോട് ചോദിച്ചു, നിങ്ങളെ പേര് പറഞ്ഞാലും ആ കല്ല് ഉയരുന്നുണ്ടെന്ന് കേട്ടല്ലോ. ആ കറാമത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, അതൊക്കെ ഇസ്മായിൽ ഉസ്താദ് എഴുതിയിട്ടുണ്ട്, ഒരുപാട് ഇവർ പ്രസംഗിക്കാറുണ്ട്. അതൊക്കെ ഉണ്ടോ ചോദിച്ചു. എന്ത് നിങ്ങളെ പേര് പറഞ്ഞ കല്ല് പൊന്തല്ലോ? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ട്, നിങ്ങൾക്ക് നിങ്ങളെ പറയാൻ എനിക്ക് മടിയാ, അത് സ്വന്തം നിങ്ങൾക്ക് കാണാൻ കഴിയണ്ടോ, ബാക്ക് തിരിഞ്ഞു നോക്കണ്ട. എനിക്ക് 2 ദർഗ ബോംബെയിലുണ്ട്, ഞാൻ ജീവിച്ചിരിക്കല്ലേ, അവിടെ സിയാർത്ത് നടക്കുന്നുണ്ട്, ഉറൂസും ഉണ്ട്, കണ്ടമന വരുമാനമുണ്ട്. അതൊന്ന് കേട്ടോളൂ. ആ പണി കൂടെ ഞാനും ഇപ്പൊ മഹാന്റെ തീർമാനം പൊന്തുന്നൊരു കല്ല് ഇവിടെ ബോംബെയിലുണ്ട്. ഇപ്പൊ ഞാൻ കേട്ടപ്പോ ഞാൻ എന്റെ കണ്ണിൽ ഒരുപാട് വെള്ളം വന്നു. ആ അത്ഭുതം നടന്നപ്പോ മഹാന്റെ പേര് പറയുമ്പോൾ പൊന്തുന്ന കല്ല് ഇവിടെ ഉണ്ട് ബോംബെയില്. അവിടെ ആ കമറലി ദർവേഷ് എന്ന് പറയുമ്പോ കല്ല് പൊന്നും, അതുപോലെ തന്നെ യൂസുഫ് സുൽത്താൻ എന്ന് പറഞ്ഞു ആ കല്ല് പൊന്തും. എനിക്ക് കേട്ടപ്പോ ഭയങ്കര അത്ഭുതമായിരിക്കും. അതുമല്ല, നമ്മളിവിടെ ജീവിച്ചിരിക്കാതെ നമ്മുടെ 2 ദർഗയ്ക്ക് പോകുമ്പോൾ അതിനെ പറ്റുന്ന പറയുന്നത് 2 ദർഗ അതുപോലെ ഭയങ്കര ഉറൂസും ദർഗയും ആൾക്കാരെ കാര്യങ്ങൾ നടക്കുന്നത്. അതല്ല മഹാന്റെ ദർഗുണ്ടോ? അതറിയില്ല. അത് എനിക്കറിയില്ല മാഷ. അതെങ്ങനെയാ ഒരു ദർഗ ഉണ്ടായത്? വഫാത്തിന്റെ മുമ്പ് അതാണ് ചിന്തിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ നമ്മുടെ സ്വന്തം ചിന്തിക്കുക നമ്മൾ അറിഞ്ഞില്ല. നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു, ബാക്ക് തിരിച്ചോ കണ്ടേ അങ്ങനെ. അതന്നെ തിരിച്ചു കഴിക്കണം അല്ലേ? അതെ. അപ്പൊ മഹാന്റെ അത് റൂഹായിക്കായിരുന്നു ഇതൊക്കെ കാണാൻ പറ്റും. അവിടെ 2 ദർഗ ഉണ്ട്. അപ്പൊ മഹാന അവിടെ അവര് ജിയാർത്തിന് എങ്ങനെ മഹാന്റെ പേര് കണ്ടിട്ടുണ്ട് ജിയാർത്തിനല്ലേ? അവിടെ സുൽത്താൻ എഴുതിക്കണം, സുൽത്താൻ ബാബയുടെ ചേർത്ത്. അപ്പൊ അവിടെ കബറിൽ
ഖബറിൽ കിടക്കുന്നുണ്ട്. ഖബർ സുൽത്താൻ ബാബന്റെ തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. അത് ലോകത്ത് ഇതൊരു അത്ഭുതം വേറെ ഉണ്ടാവില്ല. വഫാത്തിന്റെ മുമ്പ് ദർഗയിലെ മഹാനവർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പയ്യന്നൂർ ഈ അടയാളം കുത്തിയിട്ട് അതൊക്കെ പോട്ടെ. ഇവിടെ സമസ്തന്റെ പ്രസിഡന്റ് ആയിരുന്ന ബഹുമാനപ്പെട്ട സദക്കത്തുള്ള മുസ്ലിയാർ എന്തുകൊണ്ടാണ് സമസ്തന്ന് പോയത് അദ്ദേഹം പറയുന്നുണ്ട്. മസ്താൻ എന്താ അറിയോ അത് പറഞ്ഞു നോക്കൂ. സമസ്തന്റെ പ്രസിഡന്റ് ആയിരുന്ന സദക്കത്തുള്ള മുസ്ലിയാർ മൈക്കയിൽ ഖുത്ബോദിയാൽ സ്വഹീഹ് ഔല എന്ന് പറഞ്ഞിട്ടാണ് സംസ്ഥാനം രൂപീകരിച്ച് ബഹുമാനപ്പെട്ടവർ പോയത്. അദ്ദേഹം പോകാനുണ്ടായ കാരണം ഷെയ്ഖ് പറഞ്ഞ എന്താ അറിയോ, ഈ സദക്കത്തുള്ള മുസ്ലിയാർക്ക് തോന്നി സ്ഥാനം കിട്ടണം, പ്രസിഡന്റ് ആയിരിക്കാൻ പോയത്. അന്നിപ്പോ അദ്ദേഹത്തിന് അറിയില്ല. എന്നിട്ട് എന്താ പറയണത്, അതിനേക്കാളേറെ കേൾക്കുമല്ലോ, അപ്പൊ കുത്തുബ ഫാസിദാണെന്നാണ് അവരെ വാദം. മൈക്കല് കുത്തുബോധിയിൽ 40-ലേറെ ആള് കേൾക്കും, അത് കേൾക്കാൻ പാടില്ലല്ലോ. ഇതാണ് സദക്കത്തുള്ള ഇൽമ്. കേട്ടോളൂ. സംസ്കാരം എന്ന് പറഞ്ഞ സദക്കത്തുണ്ടാക്കിയതാണ്. ഈ സദക്കത്തുക എന്ന് പറഞ്ഞാൽ ഈക്കയുടെ കാലത്തുള്ള ആളാണ്. അപ്പൊ ഇവര് ഈ എ പിയുടെ മാതി AP സെന്ററിൽ ഉണ്ടാക്കിയത് അങ്ങനെയല്ലേ. ആദ്യം സമസ്ത സീറോ കാരണം 89 കാലം. അത് ഞാൻ മുമ്പ് വന്ന് ഞാൻ പറഞ്ഞിട്ടേക്കാം. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇയാള് നോക്കിയപ്പോ ഈക്കയുടെ വലിയ കിതാബ് ഞാനും ഓതിയായിരുന്നു. അല്ലെങ്കിൽ എനിക്കൊരു നേതാവാണ്. അപ്പൊ ഈക്ക് ഇരുന്നാൽ ശരിയാവില്ല. അപ്പൊ അതിന് മുമ്പ് ഒരു മസാല ആയിട്ട് വന്ന് മെയ്ക്കില് കുത്തുപോതേ ശരിയാവില്ല. മെയ്ക്കില് കുത്തുക കേട്ടാല് ജുമ ശരിയാവില്ല. അപ്പൊ അതിന് കാരണം എന്താ പറയുന്നത് വെച്ചാല് പള്ളിയുടെ ഉള്ളിൽ 40 ആളുണ്ടാവുക. അപ്പൊ 40 ആളുടെ ഒരാളുടെ സ്വീകരിക്കുന്നുള്ളൊരു അതീച്ച്. അപ്പൊ അത് 40 ആളിൽ കൂടുതൽ കേൾക്കാൻ പാടില്ല. മൈക്കിൽ പറയുമ്പോ പുറത്തേക്കൊക്കെ കേൾക്കും. ഇയാളുടെ ബുദ്ധി അവിടെ വരേണ്ടത് ഉണ്ടോ ചിന്തിക്കും. സംസ്കാരം എന്ന് പറഞ്ഞ സമയത്തുണ്ടാക്കിയതാണ്. നോക്കൂ നിങ്ങൾ. ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്ത് സിദ്ദീഖ് പറഞ്ഞു, ഇദ്ദേഹം വലിയ ആലിമാണ്, എല്ലാ നിലക്കും അറിവുണ്ട്, വന്നോളൂ പരീക്ഷിച്ചോ എന്നല്ല പറയണത്. ഞാൻ ഇദ്ദേഹത്തോട് ചോദിക്കുന്നു, അദ്ദേഹത്തിന്റെ ദിക്റ് വാങ്ങി. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് ബഗ്ദാദും സിയാർത്തൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ബയ്യത്ത് ചെയ്തോളാം. ബയ്യത്ത് ചെയ്തത് ഇൻഷാ അല്ലാഹ് അങ്ങ് സിയാർത്ത് ചെയ്ത് വരട്ടെ ബഗ്ദാദിൽ നിന്ന്, എന്നിട്ടാക്ക ബയ്യത്ത്. അതിന് മുമ്പ് നിസ്കരിക്കുമ്പോ എല്ലാ റുബൂബിയത്തും ഉലൂഹിയത്തും സമദിയത്തും നിങ്ങളിൽ നിക്ഷിപ്താക്കട്ടെ. നമ്മൾ ഏത് വ്യക്തി റുബൂബിയത്ത് കരുതിയ ഇസ്ലാമെന്ന് പുറത്തുപോയില്ലേ, ഉലൂഹിയത്ത് കരുതിയ ഇസ്ലാമെന്ന് പുറത്തുപോയില്ലേ, സമദിയത്ത് കരുതിയ ഇസ്ലാമെന്ന് പുറത്തു കഴിയൂല. റബ്ബാക്കട്ടെ എന്ന് ചോദിച്ചാൽ ആക്കണ്ടെന്ന് പറയും. അത് ചിലപ്പോൾ അദ്ദേഹത്തിന് അറിയും. ഇലാഹ് ആക്കട്ടെ വെച്ചാൽ ആക്കണ്ട പണ്ട പറയും. റുബൂബിയത്ത് എന്ന റബ്ബാക്കുന്നതിന്റെ അർത്ഥം ഞാൻ ചോദിക്കാണ് പച്ചയായിട്ട്, ഞാൻ റുബൂബിയത്ത് നിങ്ങൾ കരുതട്ടെ, ഉലൂഹിയത്ത് കരുതട്ടെ, സമദിയത്ത് കരുതട്ടെ. അപ്പൊ എന്താണ് ഇത് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതൊന്നും ഇപ്പൊ ഞാൻ പറഞ്ഞില്ല. വിനയ അഭിനയിച്ചിട്ട് പിന്നെയും ചോദിച്ചു, ഞാൻ റുബൂബിയത്തും ഉലൂഹിയത്തും സമദിയത്തും കരുതട്ടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതൊക്കെ നിങ്ങളെ ഇഷ്ടപ്രകാരം ചെയ്തോളൂ. പിന്നെ ചോദിച്ചപ്പോ പറഞ്ഞു, അതൊക്കെ ചെയ്തോളൂ. അപ്പൊ അദ്ദേഹത്തിന് ഇത്തരം ചോദ്യം ഉലൂഹിയത്ത് റുബൂബിയത്ത് സമദിയത്ത് എന്നൊക്കെ ചോദിച്ചപ്പോ ഇതിനൊന്നും മറുപടി പറയാൻ പറ്റാത്തൊരവസ്ഥയപ്പോ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ബയ്യത്ത് റഹീം മുസ്ലിയാരോടോ ഇസ്മായിൽ ഉസ്താനോടോ വാങ്ങിയാൻ പോരെയാണ്. കാരണം ഇനി ഇത്തരം ചോദ്യങ്ങൾക്ക് ചോദിക്കും മറുപടി പറയാൻ ഷെയ്ഖിന് അറിയൂല. അതുകൊണ്ട് റഹീം ഉസ്താനോടോ നിങ്ങൾക്ക് ഇസ്മായിൽ ഉസ്താനോടോ വാങ്ങിയാൻ പോരെ എന്ന് അദ്ദേഹം കൃത്യമായി ചോദിക്കുന്നുണ്ട്. മനസ്സിലായി? റഹീം ഉസ്താനോടൊക്കെ വാങ്ങിയാൻ പോരെ. ഞാൻ പറഞ്ഞു, അതല്ല മഹാനിരുന്ന് കിട്ടലല്ലേ ഖൈർ. അത് കേട്ടോളൂ. റുബൂബിയത്ത് എത്ര ഇൽമുണ്ടെന്ന് പരിശോധിച്ചു. എത്ര ദിവസം കഴിഞ്ഞാൽ നാട്ടിലെത്തുക? 17-ാം തീയതി തിരിച്ചു. 15 തിരിച്ചെത്തില്ല. 15 ശേഷം നമുക്ക് ബയ്യത്തിന്റെ പൂർത്തിയാക്കണം. ഈ സമയം കാത്തിരിക്കത്തില്ല. ഇപ്പൊ മഹാനാക്ക് എല്ലാം പറഞ്ഞ ദിക്റുകളെ കൊണ്ട് എനിക്ക് കിട്ടിയ ഖൈർ എന്താ വെച്ചാല് നിസ്കാരത്തിൽ കൂടുതൽ ഖുശൂഉം ഭക്തിയും റാഹത്തും എല്ലാവിധ പുരോഗതിയും ഉണ്ട്. അല്ല, അതുകൊണ്ട് എനിക്ക് വളരെ റാഹത്ത് എന്ന് പറഞ്ഞാൽ വളരെ റാഹത്ത്. ഇപ്പൊ ഞാൻ ബാക്കിയുള്ള മുരീദന്മാരോടൊക്കെ സംസാരിച്ചു. അവരും പറഞ്ഞു നിസ്കാരത്തിൽ ഇതുവരെ പല ശൈത്താനും വന്നിട്ട് പല ശല്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ മാനസികമായിട്ട് നല്ല റാഹത്തുണ്ട് അൽഹംദുലില്ലാ. ഇനി ഇൻഷാ അല്ലാഹ് ഞാൻ റുബൂബിയത്തും സമദിയത്തൊക്കെ ആണ്ട് മഹാനിൽ നിക്ഷിപ്താക്കിയിട്ട് നിസ്കരിക്കാൻ പോകണം. അങ്ങനെ ചെയ്യാലോ അല്ലേ? അതായത് പരിപൂർണമായി ഇൻഷാ അല്ലാഹ് എല്ലാ സമദിയത്തും റുബൂബിയത്തും ഉലൂഹിയത്തും ഒക്കെ ഞാൻ മഹാനിൽ നിക്ഷിപ്താക്കിയിട്ട് നിസ്കരിക്കുമ്പോൾ എനിക്ക് നല്ല റാഹത്ത് കിട്ടുന്നുണ്ട്. അതിപ്പോ മഹാൻ വരുന്നേരം അങ്ങനെ തന്നെ തുടരാനല്ലേ? അല്ല, അതെ മഹാൻ വരുന്നേരം ഈ ദിക്റുകൾ തുടരാൻ വരാം. അപ്പൊ ഇൻഷാ അല്ലാഹ് മഹാൻ 17-ാം തീയതി അത് കഴിഞ്ഞ് വന്ന ഉടനെ ബയ്യത്ത്. അതുവരെ എന്റെ എല്ലാ നിസ്കാരങ്ങളും ഞാൻ എല്ലാ റുബൂബിയത്തും സമദിയത്തും ഉലൂഹിയത്തും മഹാനിൽ ആരെ ബയ്യത്തോ? അത് മഹാന്റെ ബയ്യത്തിനല്ലേ ഖൈർ, അതല്ലേ റാഹത്ത്. അതന്നെ മഹാൻ പോയി വെത്ര ഞാൻ. അതായത് ഈ മഹാൻ പോയി വന്നിട്ട് മഹാന്റെ അഭിപ്രായം എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ റഹീമുസ്താനടുത്ത് അങ്ങനെ ആകെ മഹാന്റെ അടുത്ത് അങ്ങനെയല്ല. മഹാപ്പ് വരുന്നത് വരെ, അതായത് ഈ ബഗ്ദാദിൽ സിയാറത്ത് കഴിഞ്ഞ് വരുന്നത് വരെ
മഹാൻക്ക് ചെല്ലാൻ പറഞ്ഞ ദിക്റുകൾ ഞാൻ ശരിക്കും ചെല്ലുകയും അത് ശരിക്കും മുറുകെ പിടിക്കുകയും പിന്നെ നിസ്കാരത്തിലൊക്കെ ഞാൻ പറഞ്ഞു എല്ലാ സമുദീയത്തെയും മുറുഹീയത്തും റുബൂഹിയത്തൊക്കെ മഹാനെ നിശ്ചിതാക്കിയിട്ട് ഞാൻ മഹാൻ വരുന്ന നേരം നിസ്കരിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അതങ്ങനെ ചെയ്യാലല്ലേ? അത് ചെയ്യാം. റുബൂബിയത്തും മുലൂഹിയത്തും സംബന്ധിച്ച് നിങ്ങൾ നിശ്ചിതാക്കി നിസ്കരിക്കേണ്ടി വെച്ചപ്പോ അത് ചെയ്യാം. ഞാൻ പറയുന്നു, എന്തിനാണ് വെറുതെ? ഏത് അറിവുണ്ട്, വന്നോളൂ, ചോദിച്ചോളൂ. ഏത് ഭാഷ അറിയാം, ഏതും ചോദിച്ചോളൂ. മുതബഹിറാണ്, അറിവിന്റെ കടലാണ്. എന്തിനാണ് പ്രിയപ്പെട്ടവരെ, എന്തിനാണ് നമ്മളെ ഇവർ ഇത്രത്തോളം വഞ്ചിക്കുന്നത്, ചതിക്കുന്നത്? പച്ച നുണ പറഞ്ഞ് ആ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ കൂടിയിട്ട് അവർക്ക് ദിക്റും കൊടുത്തിട്ട് അവരെ പണം വാങ്ങിയിട്ട് വലിയ വണ്ടിയും വലിയ വീടും വെച്ച് ജീവിക്കുക. എന്നിട്ട് ഇദ്ദേഹത്തെ കുറിച്ച് ഇല്ലാത്ത പച്ച നുണ പറയുന്നു. ഞാൻ ചോദിച്ചു, 2 കുട്ടികൾക്ക് പേര് വെക്കട്ടെ മഹാനെ. ഒന്നിന്റെ പേര് മന്നാവുൽ ഖൈർ, ആൺകുട്ടിന്റെ പേര്. പെൺകുട്ടിന്റെ പേര് ഫാജിറ സനത്ത്. അറബിയിൽ 7ാം ക്ലാസ് പഠിച്ചൊരു കുട്ടിക്കറിയില്ലേ, ആൺകുട്ടിക്ക് മന്നാവുൽ ഖൈർ പറഞ്ഞ എല്ലാ ഖൈറിനും മുടക്കുന്ന ആളുന്നാ. ഫാജിറ എന്ന് പറഞ്ഞ വേഷപ്പെട്ട് തെമ്മാടിച്ച് സനത്ത് വ്യഭിചരിച്ചവെന്നർത്ഥം. ഞാൻ ചോദിച്ചു, ആൺകുട്ടിക്ക് മന്നാവുൽ ഖൈർ എന്ന് പേര് വെക്കട്ടെ, പെൺകുട്ടിക്ക് ഫാജിറ സനത്ത് എന്ന് വെക്കട്ടെ? ഫോണിൽ ചോദിച്ചു. പിന്നെ നേരിട്ട് പോയിട്ടുള്ളത് ഞാൻ വിടുന്നില്ല, നേരിട്ടും ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇട്ടോന്ന് അദ്ദേഹം പറഞ്ഞത്. അതൊന്ന് കേട്ടു നോക്കൂ പ്രിയപ്പെട്ട. എന്തിനാ പിന്നെ ഇത്ര അറിവുള്ള ആളാണ്, വലിയ അറിവിന്റെ കടലാണ് എന്നൊക്കെ ഇവർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ചോദിക്കാനുള്ളത്. അത് കേട്ടോക്കൂ. ഇപ്പൊ വീട്ടിലല്ലേ? എന്റെ വീട്ടിലപ്പല്ലേ? എന്റെ വീട്ടിൽ മലപ്പുറം ജില്ലയിലല്ലേ? ഞാൻ ഇന്നലത്തെ പരിപാടി പള്ളിക്കര കഴിഞ്ഞ് ഇന്നലെ രാത്രി തന്നെ കാറിൽ പോന്നു. ഇന്നിപ്പോ പോരും. ഇന്ന് രാത്രി പരിപാടി ഞാനകത്താണ്. അവളെ പറ്റെങ്കിൽ കാണാൻ പറ്റും നോക്കണ്ടവர்கள். അവൻ മഹാന ഇഷ്ടൊരാളാ. അവൻ ബയ്യത്തിനെ കയറാൻ താല്പര്യമാണ്. അപ്പൊ അവന് ഇരട്ട കുട്ടികളാണ് ഉണ്ടായത്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. അപ്പൊ പേര് ചോദിച്ചപ്പോ ഞാൻ പേര് ഒന്നിന് ആൺകുട്ടിക്ക് മന്നാവ് വരുമെന്നും പെൺകുട്ടിക്ക് പിന്നെ ഫാജിറ ജനത്ത് എന്ന് പറഞ്ഞ പേര് ഇട്ടുകൊടുക്കാൻ തീരുമാനിച്ച് നമ്മൾ ഉറപ്പിക്കല്ലേ? മഹാന സമ്മതം ആ പേരോടില്ല അല്ലേ? ആൺകുട്ടി മന്നാവ് കയറൊന്നും പെൺകുട്ടിക്ക് ഫാജിറ ജനത്തണം കേട്ടോ. ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ. ഞാൻ നാളെ കണ്ടോ, ഫാജിറ ജനത്തിന് പെൺകുട്ടിക്ക്, ആൺകുട്ടിക്ക് മന്നാവുൽ ഖൈർ. ഇതാണ് പ്രിയപ്പെട്ട. ഇനി ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇനിതാ ഇത് 18 മണിക്കൂറമുണ്ടെന്ന് ബഹുമാനപ്പെട്ട ആലിമീങ്ങളെയും സയ്യിദന്മാരെയും കൃത്യമായിട്ട് അദ്ദേഹം ഗീബത്തും നമീമത്തും ഈ നോക്കൂ. അദ്ദേഹം പറഞ്ഞു മറ്റൊന്ന് ബഹുമാനപ്പെട്ട ശരിക്കും ശ്രദ്ധിക്കണം. സമ്മർദ്ദം കൊണ്ട് പക്ഷെ ഈ ഒന്ന് ജനങ്ങൾ തിരിച്ചറിയാൻ എനിക്ക് എല്ലാവരെയും കൂട്ടിവെച്ച് ബഹുമാനപ്പെട്ട ഈ എന്റെ സകല ആലിമീങ്ങളും കറി പറയുമ്പോൾ അവസാനം ഇതിനെല്ലാവരും കേൾക്കണം. ഉള്ളാൽ തങ്ങളെ നെക്കിക്കൊന്നതാണ്. കേട്ടോളൂ, ഉള്ളാൽ തങ്ങളെ നെക്കിക്കൊന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് കേട്ടോക്കൂ. അത് ഞാൻ പറഞ്ഞു പെണ്ണിട്ടിട്ട് പറഞ്ഞ പുള്ളുണ്ടാവും ചെയ്യുന്നത്. അത് കഴിഞ്ഞ് എന്നിട്ട് നമ്മുടെ പേരിനെ പറഞ്ഞ് കുസ്മെന്ന് പറയാനുള്ള ഇമ്പതുണ്ടായി രാത്രി. ഇപ്പൊ അത് വലിയ വണ്ടിയിലേക്ക് അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഭയങ്കര ഒച്ചയും പോലെയൊക്കെ അറിഞ്ഞു പറഞ്ഞു. അങ്ങനെ പിന്നെ ഭക്ഷണം കൂടെ കുസ്മെന്ന് പറയാനുള്ള ഇൽമുണ്ടെന്ന് പറഞ്ഞു. അതിനാണ് പിടിഞ്ഞത് ഇവിടെ തൊട്ടുമുട്ട് വന്നിരിക്കുന്ന പറഞ്ഞത്. എന്താണ് ഇവർക്ക് പറ്റിപ്പോയത്? അപ്പൊ ഇവർക്ക് അപ്പൊ അതൊക്കെ ഈ ഇപ്പൊ ഉള്ളാള് മരിച്ചിട്ടുണ്ട്. ഇപ്പൊ നെക്കി കൊന്നതാണ്. നെക്കിക്കൊന്നാണോ? ഇപ്പൊ ഉള്ളാള് മരിച്ചിട്ടുണ്ടല്ലോ, നെക്കിക്കൊന്നതാണ്. അതിനാണ് പിടിഞ്ഞത് ഇവിടെ തൊട്ടുമുട്ട് വന്നിരിക്കുന്ന പറഞ്ഞത്. എന്താണ് ഇവർക്ക് പറ്റിപ്പോയത്? അപ്പൊ ഇവർക്ക് അപ്പൊ അതൊക്കെ ഈ ഇപ്പൊ ഉള്ളാള് മരിച്ചിട്ടുണ്ട്. ഇപ്പൊ നെക്കി കൊന്നതാണ്. നെക്കിക്കൊന്നാണോ? അങ്ങനെ പറയണ. കാരണം ഈ 1 മാസം മുമ്പ് ഇവിടെ സീക്രട്ട് ചികിത്സയൊക്കെ ഇവിടെ കൊണ്ടുപോയിട്ടുണ്ടായി. തങ്ങളെ നെക്കിക്കൊന്നതാണ്. ബഹുമാനപ്പെട്ട സകല ആലിമീങ്ങളെയും ഇത്രത്തോളം പറയുമ്പോൾ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. അൽ ബുർഹാനുൽ മുഅയ്യദ് എന്ന റിഫായി ഇമാമിന്റെ കിതാബിൽ അദ്ദേഹം പറയുന്നു, അല്ലിമു ശഅ്നൽ ഫുഖഹാഇ അവൽ ഉലമ, ഫുഖഹാക്കളെ ഉലമാക്കളൊക്കെ ബഹുമാനിക്കണം. കതഅലീമി ശഅ്നിൽ ഔലിയാഇ വൽ ഉറഫ, ഔലിയാക്കളെ ബഹുമാനിക്കുന്ന പോലെ പണ്ഡിതന്മാരെ ബഹുമാനിക്കണം. ഇവിടെ എന്താ പറയാ, ബ്രിട്ടീഷുകാരന്മാര്, മുനാഫിക്കീങ്ങള്, വ്യഭിചാരികള്, ലൂത്ത് പണിന്റെ ആളുകള്, എന്തൊക്കെ വൃത്തികേടാ. മാറ്റൊലി എന്ന് പറയുന്ന മാസികയിൽ ഇവർ എഴുതിയത് എന്താ നിങ്ങൾക്കറിയോ? ഫിഖ് എന്ന് പറഞ്ഞാൽ ആരിഫീങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ ഇബ്ലീസിന്റെ വിജ്ഞാനങ്ങളാണ് ഫിഖ്. അതാണ് കേരളത്തിലെ ഈ മുസ്ലിയാക്കന്മാര് കൊണ്ട് നടക്കുന്നത്.
കണ്ടോ ബഹുമാനപ്പെട്ടവർ, ഈ കേരളത്തിലെ സമസ്തയും പണ്ഡിതന്മാരും മുഴുവനും ജൂതായിസാണ് നടത്തുന്നത്. ഇതാ പ്രസംഗിക്കുന്നത്. ഇത് ഫുള്ള് രേഖകളുണ്ട്. ഇതാണോ ത്വരീഖത്ത് പ്രിയപ്പെട്ടവരെ? ഇതാണോ ഹഖീഖത്ത്? എന്തൊക്കെ വൃത്തികേട്! ഉമർ അലി ശിഹാബ് തങ്ങൾ ജാര സന്താനമാണെന്ന് പറഞ്ഞില്ലേ? ഇത് പറയാൻ സങ്കടമുണ്ട്. വ്യഭിചാരത്തിലുണ്ടായ കുട്ടിയാണ്, വാപ്പല്ല. എന്റെ ബഹുമാനപ്പെട്ട വല്ലിപ്പ ആമീർ മുഹമ്മദ് മുസ്ലിയാർ അസിറില്ലാത്ത പിറന്ന ആളാണ് എന്ന് അദ്ദേഹം പ്രസംഗിച്ചു. എന്തിന്? ഇതിനെ എതിർക്കുന്ന ആളുകൾ മുഴുവനും വ്യഭിചാരത്തിലുണ്ടായ ആളുകളാ എന്നിട്ടാണ് പറയുന്നത്. അതൊക്കെ ഇൻഷാ അല്ലാ 10 മണിക്കാണ് പെർമിഷൻ. ഇപ്പൊ ഇങ്ങനെ അലങ്കോലപ്പെടുത്തുന്ന ഒരു അബുദാൽ ഇവിടെ വന്നു. ഇൻഷാ അല്ലാ കൃത്യമായിട്ട് പൂർണ്ണമായിട്ട് ഇല്ലേ എല്ലാം ക്ലിപ്പുകളോടുകൂടെ ഇൻഷാ അല്ലാ മറ്റൊരു ദിവസം നമ്മൾ കൃത്യമായിട്ട് ഇവിടെ പറയും. മാത്രമല്ല ഞാൻ ഇവിടെ പറഞ്ഞു 10-18 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ക്ലിപ്പുകളുണ്ട് എന്ന്. അത് കേട്ടാൽ അല്പമെങ്കിലും ബുദ്ധിയുള്ള ഒരു വ്യക്തി മാറി നിൽക്കും. ഞാൻ പറയുന്നു, ഇസ്മായിൽ ഉസ്താദിനോടോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ത്വരീഖത്തിന്റെ ആളുകളുടെ വ്യക്തിപരമായി നമുക്ക് വിദ്വേഷമില്ല. ഈ കേരളത്തിലെ സകല പണ്ഡിതന്മാരും എല്ലാവരും ജൂതന്മാരെ പണിയാണ് എടുക്കുന്നത്. ഇവരൊക്കെ മരിച്ചുമ്പം ഈമാൻ സലാമത്താതെ മരിക്കുന്നത്. ഇത് കൂടിയാൽ മാത്രമേ ഈമാൻ സലാമത്താവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ഡിതന്മാരെ കുതിര കയറുന്ന കുറ്റും ഗീബത്തും നമീമത്തും തെറിയും നടത്തുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടൂസിലെ ചത്തുപോയ ആളാണ്. മടവൂരിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പോവട്ടെ ഷംസി, നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ടവരെ, ഈ നൂർഷാ തരീഖത്തുകാരും കേൾക്കണം. അവരുടെ കുത്തുബ് എന്ന് പറയുന്ന ആരിഫുദ്ദീൻ ജീലാനിയെ കുറിച്ച് ലൂത്ത് പണിന്റെ കുത്തുബ് എന്ന് പറഞ്ഞ ക്ലിപ്പുണ്ട്. ബഹുമാനപ്പെട്ടവർ MM വിജയം മരിക്കുമ്പോ ചിരിച്ചു മരിച്ചില്ല ചോദിച്ചപ്പോ MM വിജയം മരിച്ചത് ചിരിച്ചു മരിച്ചിട്ട് തന്നെയാണ്. കുറ്റം പറയാൻ പാടില്ല. അദ്ദേഹത്തിന്റെ ലാഹിർ നോക്കി നമ്മൾ ഇന്തെന്ന് പറയാൻ പാടില്ല. എവിടുന്നെങ്കിലൊക്കെ തരീഖത്ത് വാങ്ങിയിട്ടുണ്ടാകും എന്ന് പറഞ്ഞ ക്ലിപ്പിങ്ങുണ്ട്. അപ്പോ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരോ ഈമാൻ കിട്ടാതെ ചത്തുപോയി, MM വിജയനോ അദ്ദേഹം ചിരിച്ചിട്ടാണ് മരിച്ചത്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇൻഷാ അല്ലാഹ് അത് മുഴുവനും ഇവിടെ കേൾപ്പിക്കാനുണ്ട്. നരേന്ദ്രമോദിയുടെ ഒരൊറ്റ ക്ലിപ്പ് കൂടി കേട്ടോ. നരേന്ദ്രമോദി ഇഷ്ടം. നരേന്ദ്രമോദി നിരപരാധിയാണ്. ഗുജറാത്ത് കലാപത്തിൽ നിരപരാധിയാണ്. ഇവിടുത്തെ ലീഗിനേക്കാളും സുന്നികളെക്കാളും മുജാഹിദിനേക്കാളും ഒക്കെ ഏറ്റവും നല്ലത് ഹിന്ദുക്കളാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി നല്ലതാ. 2 കറാമത്താണ്ട് കാണിച്ച് ഒലകേട്ട് മുസ്ലിം ആകും. ഗുജറാത്ത് കലാപത്തിൽ നിരപരാധിയാ. ഗുജറാത്ത് കലാപം ഉണ്ടായപ്പോ ഞാൻ മോഡിക്ക് വിളിച്ചു. അപ്പൊ മോഡി പറഞ്ഞു, സുൽത്താൻ ബാബ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞിട്ട് കൊണ്ട് കരയാ ചെയ്തത്. അതൊന്ന് കേട്ടോളൂ. അതിന് മുമ്പൊരു പരിപാടിയിൽ പങ്കെടുത്തില്ല. അവർക്ക് ഒന്നും പറയാൻ കിട്ടില്ല. മോദിയുടെ പേരും പറഞ്ഞിട്ട് വല്ലഭായ് പട്ടേലിന്റെ അനുസ്മരണം പറഞ്ഞാണ് ഈ BJPയുടെ പ്രസിഡന്റ് സെക്രട്ടറിയും കൂടെ ഞങ്ങൾ ക്ഷണിച്ചത്. ഈ BJPയുടെ സെക്രട്ടറി പറ്റിയെന്ന് പറഞ്ഞപ്പോ അദ്വാനി, വാജ്പേയി, മനോഹർ ജോഷി ഇവരൊക്കെ ബോംബെയിൽ വെച്ച് എന്റെ അടുത്ത് പറഞ്ഞ ആൾക്ക്. അദ്വാനി, വാജ്പേയി, മുരളി മനോഹർ ജോഷി ഒക്കെ എന്റെ അടുത്ത് വരുന്ന ആളുകളാണ്. അദ്വാനിക്ക് മഹാനോ തോന്നില്ലല്ലേ? അൽഹംദുലില്ലാ. ഇവരൊക്കെ എന്റെ അടുത്ത് ഒരു വാക്കും മുമ്പേ അവരോട് വിളിക്കൂല. പക്ഷെ നമ്മള് ഒരു സമയത്ത് കുറെ കാലങ്ങളായിട്ട് അങ്ങനെ പോകാതെ നമ്മളവിടെ ഇല്ല മറ്റുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഉണ്ടെന്ന് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ അറിയപ്പെടുന്നത് ഷേഖ് ഷെയ്ഖ്, അവിടെയൊക്കെ സുൽത്താൻ ബാബ എന്ന് പറഞ്ഞാൽ അറിയാം. അപ്പൊ ആ പേര് പറഞ്ഞ് ഇവരൊക്കെ അറിയാം. ഇവര് വന്ന് വിളിച്ചപ്പോ മോഡികൾക്കൊക്കെ എന്നെ അറിയാം. മോഡി മുസ്ലിങ്ങളുടെ പേര് വെച്ച കൊന്നുണ്ടെങ്കിൽ അവനതിൽ നിരപരാധി എന്നാണ് പറയുന്നത്. മോഡി നിരപരാധിയാണല്ലേ? നിരപരാധിന്റെ അടികളാണ് പണി ചെയ്യുന്നത്. അതെ 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 ശരിയാണ്. മോഡി അല്ല അതൊക്കെ ഇപ്പൊ ഇവിടെ മഹാന്റെ സാന്നിധ്യം മോഡിയോ കരഞ്ഞൂലേ? മാഷാ അല്ലാഹ്. എല്ലാ സ്ഥലത്തും മുഴുവൻ നടക്കുന്നുണ്ട്. അതെ അതെ. കാരണം അവർക്ക് പറയാൻ കിട്ടുന്നില്ല. അപ്പൊ എന്തെങ്കിലും ഒന്ന് ഇതുണ്ടാകണ്ടേ? വേറെ ഒന്നുമില്ലല്ലോ. അങ്ങ് പറഞ്ഞ വലിയ പ്രശ്നം തന്നെയാണ്. പരസ്യം ഒരു പത്രത്തിൽ ഫസ്റ്റ് പേജിലോ സെക്കൻഡ് പേജിലോ പരസ്യം കൊടുക്കണമെങ്കിൽ ഇന്ന് നരേന്ദ്രമോദിയുടെ പ്രചരണാർത്ഥം ഒരു കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തതിനെ കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്. ആ കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു. അത് പത്രങ്ങൾ അദ്ദേഹത്തെ വിമർശിച്ചു, പത്രത്തിൽ എഴുതി. അപ്പൊ അദ്ദേഹം പറയാണ്, ഒരു പത്രത്തിലൊക്കെ ഫസ്റ്റ് പേജിൽ ഫോട്ടോ വരണമെങ്കിൽ 1000 രൂപ കൊടുക്കണം. അന്ന് കൊടുക്കാതെ തന്നെ വന്ന് വലിയ ക്രെഡിറ്റ് ആയി പോയി. 10,000, 20,000, 50,000 കൊടുക്കണേ. ലക്ഷക്കണക്കിന് വെക്കേണ്ടത്. അപ്പൊ അതായല്ലോ. മാത്രമല്ല ഈ പാണക്കാട് ചെയ്യാവുന്നങ്ങളൊക്കെ ഇവരെ പരിഗണിക്കുക. അതിപ്പോ ആരായാലും നമുക്ക് വണ്ടി നമ്മൾ നോക്കില്ല. അപ്പൊ ഈ CV ഇറങ്ങിയിട്ടുള്ളതാണ് ഈ അവിടെയുള്ള BJPക്കാർക്ക് ചോദിച്ചത്. നേരിട്ടുള്ള സംസാരമാണെങ്കിലും തിരിയാൻ കുറച്ച് പ്രയാസമാട്ടോ. അത് ക്ലിപ്പിങ്ങിന്റെ വിഷയമല്ല. നേരിട്ടുള്ള അദ്ദേഹത്തിന്റെ സംസാരം പൊതുവെ എങ്ങനെയാണ് അതങ്ങനെ ഇവരൊക്കെ ദൈവവിശ്വാസികളാണ്. BJPയിലൊക്കെ മുസ്ലിമീങ്ങളുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അവര് പറഞ്ഞു, അഥവാ BJP ഭരണത്തിൽ വരികയാണെങ്കിൽ നമുക്ക് മുസ്ലിമീങ്ങൾ ആനുകൂല്യം കിട്ടണമെങ്കിൽ നമ്മൾ അതിൽ മെമ്പർമാരെ വേണമെന്ന് പറഞ്ഞേ.
പിന്നെ മഹാനവർ പോയാലൊക്കെ എനിക്കൊക്കെ സന്തോഷമുള്ളൂ. കാരണം നമ്മളെപ്പോഴും സാന്നിധ്യം ഉണ്ടാകുമ്പോൾ അവർക്ക് നമ്മളോടുള്ള ശത്രുത കുറയും. അത് തന്നെയല്ല ഇവരുടെ കയ്യിൽ വർണ്ണം വന്ന് ഇവർക്ക് ഒന്ന് രണ്ട് അറാമത്താണ് കാണിച്ചെടുത്ത് ഇവരൊക്കെ ദൈവവിശ്വാസികളാണ്. ഒന്ന് രണ്ട് കറാമത്തുണ്ടൊക്കെ അവർക്ക് സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ അപ്പമാണ്. ഇവരൊക്കെ ദൈവവിശ്വാസികളാ. ഇവർക്ക് ഭരണം വന്നാല് ഒന്ന് രണ്ട് കറാമത്താണ് കാണിച്ചു കൊടുത്താലും ഒക്കെ അങ്ങോട്ട് മുസ്ലിം ആകും, ഒക്കെ അങ്ങോട്ട് മാറും. തന്നെ അത് ഈ ലീഗിലുള്ള മുജാഹിദും ജമാഅത്തൊക്കെ മാറുമോ? മാറൂല. അവർക്ക് ഇതുണ്ടാവും. ഇവിടുത്തേക്ക് അവിടെ സുന്നികൾ ശരിയാവും. അതന്നെ ശരിയാണത്. അല്ല അതൊന്നും ഇവർക്ക് തെളിവാക്കി ഒരിക്കലും പറയാൻ പറ്റൂല. ഇപ്പൊ അതായത് പിന്നെ പാണക്കാട് ശിഹാബ്ദങ്ങളും മറ്റും അതൊന്നും ആരും നോക്കുന്നില്ല. ഇതാണിപ്പോ മുസ്ലിമും ഇതാണിപ്പോ ദീനവിടെ. അപ്പോ ഇതിൽ ബാക്കി ഫുള്ള് പറയുന്നുണ്ട് കൃത്യമായിട്ട് എല്ലാ തെളിവുകളും എല്ലാ ക്ലിപ്പുകളും. സമയം ഇപ്പൊ 10:30 മണി കഴിഞ്ഞു. ഇൻഷാ അള്ളാഹ് മറ്റൊരു വേദിയിൽ കൃത്യമായി അവതരിപ്പിക്കും. ഇപ്പൊ അബദാറിന്റെ ക്ലിപ്പ് നിങ്ങൾ കേട്ടു. റുബൂബിയത്ത് ഉലൂഹിയത്ത് മന്നാവുൽ ഖൈർ. ഇവിടെ 2 ദർഗണ്ട് പറഞ്ഞത്, പാഗുൽ ഉസ്താദ് ചത്തുപോയി പറഞ്ഞത് അല്ലെ, തിരുപ്പനച്ചി ഉസ്താദിന്റെ മരണം. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ട് മനസ്സിലാക്കുക, ഒന്നും ചിന്തിക്കണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയും ഗീബത്തും നമീമത്തും തെറിയും പറയുമ്പോൾ എങ്ങനെ ഷെയ്ഖാകും, എങ്ങനെ കുത്തുബാകും? ഇനി അതുമല്ല, സ്വന്തം മുരിദ ഖലീഫമാരെ കുറിച്ച് വളരെ മോശമായിട്ട് പറയുന്നു. ഇനി അതിനൊക്കെ പുറമെ ഇദ്ദേഹത്തിന് ഇൽമ എത്രേണ്ടതുള്ളത് ഇൻഷാ അള്ളാഹ് കിടങ്ങയിൽ വെച്ചോ മറ്റോ ഒക്കെ പരിപൂർണമായി ക്ലിപ്പുകളിലൂടെ നമ്മൾ അദ്ദേഹത്തിന് ഇൽമ എത്രേണ്ടതുള്ളത് കൃത്യമായിട്ട് ഓരോ ചോദ്യം ചോദിക്കുന്നു, മസ്അല ചോദിക്കുന്നു. അതിന് പറഞ്ഞ മറുപടികൾ ഓരോന്ന് വെച്ച് ഇൻഷാ അള്ളാഹ് പരിപാലിക്കും. അതുകൊണ്ട് പറയുന്നു, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതിലാരും ചില ആളുകൾ എന്തിനാ നമ്മൾ എതിർക്കുന്നത്, എന്തിനാ വിമർശിക്കുന്നത്, കുറെ മൂല്യമാരില്ലേ? അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചിട്ടാണ് പല ആളുകളും വഴിപിയച്ചു പോയത്. ഞാൻ വീണ്ടും 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 പറയുന്നു, ത്വരീഖത്ത് എന്നുള്ളത് ഹക്ക് തന്നെയാണ്, സംശയമല്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഈ വിഷയം ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അറിവുമില്ല, നാവിനും ഹൃദയത്തിനും ഒരു ശുദ്ധിയുമില്ല. എല്ലാ തെളിവുകളോടുകൂടി ഇൻഷാ അല്ലാഹ് മറ്റേക്ക് നമുക്ക് പ്രത്യക്ഷപ്പെടാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അർഹമുർ റഹീമീനായ മാലിക്കുൽ മുലൂക്കായ റബ്ബേ, ഞങ്ങൾക്ക് ഇനി ഹക്ക് മനസ്സിലാക്കി തരണം റഹ്മാനെ. അള്ളാഹുവെ, സമസ്തയെയും ആലിമീങ്ങളെയും പണ്ഡിതന്മാരെയും ഗീബത്തും നമീമത്തും തെറിയും കുറ്റവും പറയുന്ന ഇവരെ ശരീരത്തെ തൊട്ട് മുസ്ലിം സമുദായത്തെ രക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, മരിക്കുന്ന സമയത്ത് സമ്പൂർണ്ണ തൗഹീദിലായി ഈമാനിലായി ആഖിബത്ത് നന്നായി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാൻ.